ഇപ്പോൾ ചെളിയിൽ പൂണ്ടയാളെ നമ്മൾ നേരത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണൂ. ചെളിയിൽ പൂണ്ട 6 മണിക്കൂറോളം ആ ചെളിയിൽ പൂണ്ട കൈ മാത്രം ഉയർത്തി നിന്നിരുന്നയാളെ ഇപ്പോൾ നമ്മളുടെ ദൗത്യസംഘം രക്ഷിച്ചെടുത്ത് കൊണ്ടുപോയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് അയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത്. ആ മനുഷ്യന് യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ആ മനുഷ്യനെ നമ്മൾ നമിക്കണം. എത്ര മണിക്കൂറുകളാണ് ആ ചെളിയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ രാവിലെ 4 മണി അല്ലെങ്കിൽ 5 മണിയോടുകൂടി ചെളിയിൽ പൂണ്ടുപോയ മനുഷ്യനാണ്. അവിടെ നിന്ന് കാലെടുക്കാൻ കഴിയാതെ ശരീരമാസകലം കഴുത്തു മുതൽ താഴോട്ട് ചെളിയിൽ പൂർണ്ണമായും പുതഞ്ഞു നിന്ന മനുഷ്യനെ അവിടെയുള്ള പഞ്ചായത്ത് അംഗം രാഘവനാണ് കണ്ടത്. റിപ്പോർട്ടറിലേക്ക് വിളിക്കുകയായിരുന്നു. റിപ്പോർട്ടറിലേക്ക് വിളിച്ച് നമ്മൾ ആ ദൃശ്യം പ്രേക്ഷകർക്ക് കൊടുത്തതോടുകൂടിയും ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹന സ്പോട്ട് ഞങ്ങൾ കൈമാറി. അവിടേക്ക് എത്തിയ NDRFിൻ്റെ സംഘം അതിസാഹസികമായി എന്ന് തന്നെ പറയണം ചെറുപ്പക്കാരനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തുക അത്യന്തം ദുസ്സഹമായിരുന്നു. ദൂരെ നിന്ന് കിട്ടിയ നമ്മളുടെ ഫ്രെയിമിൽ പോലും ആ മനുഷ്യൻ 2 കൈകൾ ഉയർത്തി രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ ആ മനുഷ്യനെ സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിപ്പോയ ആ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒരു കരച്ചിലാണ് നമ്മളുടെ കരളലിയിപ്പിച്ചത്. ഒടുവിൽ രാഘവൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ മനുഷ്യനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ ചരിതാർത്ഥ്യമുള്ള കാര്യം. പക്ഷേ അപ്പോഴും മുണ്ടക്കൈയിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല. അനാഥമാക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ മാത്രം ചില ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. നമുക്ക് ആ ട്രീ വാലി റിസോർട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രീ വാലി റിസോർട്ട് കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ എന്താണ് അവസ്ഥയെന്നറിയണം. അതിനോടൊപ്പം അതിനോട് തൊട്ടുള്ള പ്രദേശം ഒരു മദ്രസ, ഒരു സ്കൂൾ, ഒരു അമ്പലം, പിന്നീട് ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഈ പ്രദേശങ്ങളിലായിട്ടാണ് 100ഓളം ആളുകൾ വീതം ഓരോ സ്ഥലത്തും കുടുങ്ങിക്കിടക്കുന്നത്. ഇതല്ലാതെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവരെ ഈ രക്ഷാദൗത്യ സംഘത്തിനെത്തി രക്ഷിക്കാൻ സാധിക്കണം. ഏറെ ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കവളപ്പാറയിലും പുത്തുമലയിലും കണ്ട രക്ഷാദൗത്യത്തെക്കാൾ കൂടുതൽ രൂക്ഷമായ രക്ഷാദൗത്യത്തിലാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രേക്ഷകർ കാണുന്ന കാഴ്ചകൾ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ചെളിയിൽ പൂണ്ടയാളെയും കുട്ടികളെയും രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് എത്തുക അത്യന്തം ദുഷ്കരമായിരുന്നു. നേരത്തെയുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. ഈ പ്രദേശത്ത് 2 കൈകളും ഉയർത്തി അദ്ദേഹം നിൽക്കുന്ന കാഴ്ച ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. നോക്കൂ, ആ ചെളിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ച നോക്കൂ. അത്രയും താഴ്ന്ന ചെളിയിൽ പോയ മനുഷ്യനെയാണ് ഈ ദൗത്യസംഘം അവിടെ എത്തി രക്ഷിച്ചെടുക്കുന്നത്. ഉടൽ മുഴുവൻ, കഴുത്ത് മാത്രം ബാക്കിയായി ചെളിയിൽ പൂണ്ടുപോയ ആൾ അവിടേക്ക് എത്തിച്ചേരുക വളരെ ദുഷ്കരമായിരുന്നു. ആ മനുഷ്യനെ അവിടെ നിന്ന് ചെളിയിൽ നിന്ന് വലിച്ചു കയറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന് NDRFിൻ്റെ ഒരു പാലം, താൽക്കാലിക പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിൽ മറുകരയിൽ എത്തിക്കണം. അത്രയും ദുസ്സഹമായ ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മളുടെ ദൗത്യസംഘം ഇപ്പോൾ ഒരു വലിയ ശ്രമകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യം. താങ്ക് യു രാഘവൻ. താങ്കൾ കൃത്യസമയത്ത് ഇടപെട്ട് റിപ്പോർട്ടിൽ വിളിച്ചറിയിച്ച് നമ്മൾ രക്ഷാസംഘത്തെ എല്ലാവർക്കും അവിടെ എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ മനുഷ്യൻ്റെ ജീവിതത്തെ നമുക്ക് തിരികെ പിടിക്കാൻ സാധിച്ചു. ഒപ്പം അതോടൊപ്പം ഉണ്ടായിരുന്ന 3 വിദ്യാർത്ഥികളെയും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം റിപ്പോർട്ടറിൻ്റെ ഫ്രെയിമിൽ കാണുന്നത്. അല്പസമയം മുമ്പാണ് രക്ഷാസംഘത്തിന് അവിടെ എത്തി അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഏകദേശം 5 മണിക്കൂറോളം ചെളിയിൽ പൂർണ്ണമായും പൂണ്ട നിലയിലായിരുന്നു. അപ്പോഴും ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടായിരുന്നു. കാലുകൾ ഒരുപക്ഷെ പാറയിൽ കുടുങ്ങിയിട്ടുണ്ടാവാം എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പരിക്കുകളുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ആ മനുഷ്യനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം. ഇങ്ങനെ ഒട്ടേറെ മനുഷ്യരെ രക്ഷാസംഘങ്ങൾ രക്ഷിച്ചെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം നമ്മുടെ ക്യാമറ ഫ്രെയിമിലൂടെ ചേതരയേറ്റ ശരീരങ്ങൾ പോകുന്നത് കണ്ടു. കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, അവരുടെയൊക്കെ ശരീരങ്ങൾ ഇങ്ങനെ നമ്മുടെ ക്യാമറ മുന്നിലൂടെ പോകുന്നത് ഹൃദയഭേദകമായ കാഴ്ചയായി, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണിപ്പോൾ മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. അതിലും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ചൂരൽമല ഗ്രാമത്തിൽ നിന്ന് വരുന്നത്, വെള്ളരിമല ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. ഓരോ കാഴ്ചയും വല്ലാതെ വേദനിപ്പിക്കുന്ന, നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചകളാണ്. മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അട്ടമല ഗ്രാമം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് രക്ഷാദൗത്യം കുതിച്ചിട്ടുണ്ട്. 3 മന്ത്രിമാരുടെ സംഘം കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ സംഭവസ്ഥലത്തേക്ക് വരും. നേരത്തെ കോഴിക്കോട് വിമാനമിറങ്ങി മിനിസ്റ്റർ എ രാജനും മുഹമ്മദ് റിയാസും കേളുവും മിനിസ്റ്ററും ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിലുള്ള MLA നേതൃത്വത്തിലുള്ള സംഘവുമുണ്ട്.